ഓക്കെ, അതും കൊണ്ട് നമുക്കൊന്ന് ഇവിടെ A few moments later. എല്ലാ മച്ചവർക്കും ബ്രേക്ക് ഗേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഗൈസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മൈൻക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഗൈസ് പേടിക്കുകയാണ് ഏതെങ്കിലും കുട്ടിയെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, ഇന്നലെ നമ്മൾ കുട്ടേട്ടനും കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻക്രാഫ്റ്റ് വേൾഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഗൈസ് ഞാനവൻ എന്തൊക്കെയൊക്കെയോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതെന്ന് വിചാരിച്ചു ഗൈസ്. പക്ഷെ അവൻ എനിക്കാണ് ഒരു നല്ല ഗിഫ്റ്റ് തന്നത് ഗൈസ്. ആ ചെക്കനെ കണ്ടു ഞാൻ അവനെ കൊല്ലും ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ വീട് പൊട്ടി ഗൈസ്. ഞാൻ പോലും അറിഞ്ഞില്ല ഗൈസ്. ആക്ച്വലി ഞാനത് TNT നോക്കിയില്ല. അവൻ എങ്ങനെയൊക്കെ കൊണ്ടുവച്ചേലേ. അവൻ ഗൈസ് അത് അപ്പത്തന്നെ അവൻ കയറിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം തന്നെ അവൻ എൻ്റെ വീട് നശിപ്പിച്ചു ഗൈസ്. എനിക്ക് ഞാൻ ദേഷ്യം വന്നിട്ട് ഗൈസ്. ഇതിനുള്ള റിവെഞ്ച് നമ്മൾ എന്തായാലും അവൻ തിരിച്ചു കൊടുക്കും. പക്ഷേ ചെസ്റ്റ് ഇതൊക്കെ എന്ത് കുറേ സാധനങ്ങൾ പോയി ഗൈസ്. നമ്മൾ എൻട്ര ചെസ്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിനകത്തൊന്നും പോയില്ല. ബാക്കി അങ്ങനെ പോവില്ല. പിന്നെ ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളതിൽ ഇനിയും ഉണ്ട് കുറേ ചെസ്റ്റ്. ഓക്കെ ഗൈസ്, കുറേ സാധനങ്ങൾ പോയിട്ടില്ല. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ ഗൈസ്. പിന്നെ നമ്മൾ വേറൊരു സാധനം ഉണ്ടാക്കി ഗൈസ്. ഇന്നലെ ഇത് പൊട്ടിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല ദേഷ്യം വന്ന്. ഓക്കെ, അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ടൊരു കിട്ടിയിലെ സീക്രട്ട് പ്ലേസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അത് കുറേ രീതിക്ക് നല്ല മണിക്കൂറോളം ഇരുന്ന് പണിയെടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി നമ്മുടെ റോക്കറ്റിൻ്റെ ഗൈസ് ഇച്ചിരി ദൂരമുണ്ട് ഗൈസ്. അങ്ങോട്ട് പോകണം. തീർന്നു, കടു തീർന്നു. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നടന്നു പോകാം ഗൈസ്. ഗൈസ് എൻ്റെ ഉണ്ടെങ്കിൽ എൻ്റെ പ്ലാൻ എല്ലാം പോയി. അവനുള്ള റിവെഞ്ച് നമ്മൾ എന്തായാലും കൊടുക്കും ഗൈസ്. നിങ്ങൾ എന്തായാലും കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ആണ്. ഇപ്പം എൻ്റെ അവസ്ഥ നോക്കണേ. മൊത്തത്തിൽ പോയി ഗൈസ്. നമുക്കൊന്ന് കയറാൻ പോലും പറ്റില്ല. ഓക്കെ, നമ്മൾ വേറൊരു സീക്രട്ട് ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അവൻ കാണാത്ത രീതിയിൽ ഗൈസ്. പിന്നെയെന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊന്നും ആക്ച്വലി അവൻ പൊട്ടിക്കില്ല. ഗൺ പൗഡർ ഫാമും ഷുഗർ ക്യാൻ ഫാമും പിന്നെ ഫുഡ് ഫാമും അവന് ആവശ്യമുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, കാരണം വെച്ചാൽ ഈ 3 സാധനങ്ങൾ അവന് ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് പൊട്ടിക്കില്ലാന്നൊരു പ്രതീക്ഷയുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും നമ്മളെ സീക്രട്ട് ബേസിലേക്ക് പോകാം ഗൈസ്. ഈ ഫുഡ് പോലും മര്യാദയ്ക്കില്ല ഗൈസ്. ആക്ച്വലി ഞാൻ കുറച്ച് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സീക്രട്ട് ബേസ് കുറച്ച് അകലെ ഉണ്ടാക്കിയത്. ഓക്കെ, കാണിച്ചു തരാം ഗൈസ്. ഇത് കിട്ടിയില്ല സീക്രട്ട് ബേസ്. അവന് ചത്താൽ കണ്ടുപിടിക്കാൻ പറ്റൂല. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതും പോയി. ഇത് പോവാതെ സൂക്ഷിക്കണം ഗൈസ്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ സ്വിച്ച് ആയിട്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ സീക്രട്ട് ബേസിൻ്റെ വഴി. ആരും കാണുന്നില്ലല്ലോ അല്ലേ. നമുക്ക് ഉള്ളിക്കറി സ്വിച്ച് അമർത്താം. ഓക്കെ, സീക്രട്ട് ബേസ് അടഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ലൈറ്റ് വെക്കണം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ സീക്രട്ട് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിൽ കുറേ ഇതുണ്ട്. ലാൻഡ് നമുക്ക് ഇവിടെ കത്തിച്ച് വെക്കാറുണ്ട്. ഞാൻ കുറേ ഉണ്ടാക്കി വെച്ചതായിരുന്നു. നമുക്കിവിടെയൊക്കെ ലാൻഡ് ചെയ്യാനായിട്ടൊക്കെ ലൈറ്റ് തുള്ളിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സീക്രട്ട് ബേസ് ഗൈസ്. ഒന്നുമല്ല, ഇതൊക്കെ തുടക്കമാണ്. ഞാൻ ആക്ച്വലി കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കിയതാണ് ഗൈസ്. ഓക്കെ, ഇവിടെ നിന്ന് ഇതാണ് നമ്മൾ ചെറിയൊരു നമ്മളെ മീനൊക്കെ ഇടാൻ പറ്റിയ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു ഫുഡിൻ്റെ കൃഷി ഗൈസ്. പിന്നെ അവിടെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് വേറെ സന്ത അവനായിട്ട് മാറ്റി വെച്ചതാണിത്. ഈ ഒരു സ്റ്റാക്ക് TNT ഞാൻ അവനായിട്ട് മാറ്റി വെച്ചതാണ് ഗൈസ്. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അവൻ ഇവിടെ എവിടെയെങ്കിലും ആയിട്ടൊരു സീക്രട്ട് ബേസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ വീട് ഗൈസ്. വീട് ഉണ്ടാക്കുവാണെങ്കിലും നമ്മുടെ അടുത്തുനിന്ന് മാറിയിട്ടായിരിക്കും ഗൈസ്. എനിക്ക് തോന്നുന്നു സീക്രട്ട് ബേസ് ആയിരിക്കും ഇവിടെ എവിടെയെങ്കിലും നമ്മൾ കാണാതെ, എന്നിട്ട് നമുക്കിട്ട് പണി തീരുമായിരിക്കും ഗൈസ്. അതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി നമ്മളെ അടുത്ത സ്ഥലം കാണിച്ചത് ഗൈസ്. ഇതാണ് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി. അഥവാ അവനിവിടെ കയറി വരുവാണെങ്കിൽ ഗൈസ്, വരൂലെന്ന് പ്രതീക്ഷിക്കുന്നത് ഗൈസ്. ഇതെൻ്റെ ഒരു സീക്രട്ട് സ്ഥലമാണ്. ഓക്കെ, ഇവിടെ ആയിട്ട് ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഗൈസ് ലൈറ്റൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ ഫുള്ളി സെറ്റാക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഉള്ളിയും ഡോറും കാര്യങ്ങളൊക്കെ അടിക്കാം. ഇവിടെ ഫുൾ ലൈറ്റ്. ദെൻ നമ്മൾ 3 സൂട്ട് ഫുൾ സെറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊന്നുമില്ല. എനിക്ക് ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചു ഗൈസ്. ദെൻ അടുത്ത ഡോർ ഗൈസ്. യെസ്, ഇതാണ് നമ്മുടെ റൂമിൽ പണിയൊന്നും കഴിഞ്ഞില്ല. ഓക്കെ, നമുക്കിതെല്ലാം അടച്ചിടാം ഗൈസ്. ഇവിടെയും ലൈറ്റ് ഉണ്ട്. ഇതാണ് അമ്മ.
ആക്ച്വലി സ്വിച്ചായിട്ട് വരുന്നത് ഗൈസ്. ഓക്കെ, ദെൻ അടുത്ത വഴി ഇതാണ് ഗൈസ് നമ്മളെ എക്സ്കുലേറ്ററാണ് ഗൈസ് ഇവിടെ നിന്ന് താഴത്തേക്ക്. ഓക്കെ ഓക്കെ, ഈ സാധനം ഉണ്ടാക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി നല്ലോണം വർക്കഡാട്ടോ. ഓക്കെ, നമ്മൾ റൂമിൽ നിന്ന് തൊട്ട് താഴത്തേക്കാണ് ഗൈസ്. നമുക്ക് എന്തായാലും താഴത്തേക്ക് പോവാം. ഓക്കെ, താഴത്തെ പണി കഴിഞ്ഞിട്ടില്ല ഗൈസ്. കണ്ടു കിട്ടിലും പോലെ ഇത് വർക്ക് ചെയ്യും ഗൈസ്. ഇപ്പോൾ സാധനമാണ് നമ്മൾ താഴെയാണ് നമ്മൾ ബേസ്മെൻറ്റ്. ക്യാറ്റിലൊന്നും കാണുന്നില്ല. ഓക്കെ, ഇനിയും താഴത്തേക്കുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ ആയിട്ടാണ് നമ്മളിനി അടുത്ത റൂം വരാൻ പോകുന്നത് ഗൈസ്. കിറ്റിയിലെ സെറ്റപ്പ് ആയിട്ടായിരിക്കും നമ്മളിവിടെ ഫുൾ സെറ്റ് ആകുന്നത്. ഓക്കെ, നമ്മൾ ആക്ച്വലി മണ്ടയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. താഴെ ഇട്ട് നമ്മളൊരു വലിയ ഹാളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താഴെ ഞാൻ കാണിച്ചിരുന്നു ഗൈസ്. നമുക്ക് അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആക്ച്വലി ചെയ്യാനുണ്ട്. അത് വേറെ കാര്യം. ഓക്കെ, താഴ്പോയി എന്നെ കൂട്ടാതെ പോയി. പിന്നെ നമുക്ക് ഇങ്ങനെ ഇറങ്ങിയാലും മതി ചേച്ചി. ഇതാണ് ആക്ച്വലി കണ്ടോ, ആക്ച്വലി നമ്മൾ താഴെ എത്തിച്ചത്. സുഖമായിട്ട് നമുക്ക് താഴെ എത്താൻ പറ്റും. ഓക്കെ, ഈ ഭാഗത്തായിട്ട് ഇവിടെ ഫുൾ കട്ടയൊക്കെ പൊട്ടിച്ച് നമ്മളിവിടെ വലിയൊരു ഹാളുണ്ടാക്കും. ഇതിന് കുറേ സംഭവങ്ങൾ വരാറുണ്ട് കേസ്. ഇവിടെ നമുക്ക് അവന് ഓരോരോ പണി എണ്ണി കൊടുക്കാറുണ്ട്. ഓക്കെ, എന്താ സംഭവിച്ചേ? ബെസ്റ്റ്, ഞാൻ താഴെ എത്തിയല്ലോ ഏസ്. അതെന്നെ കൂട്ടാതെ പോയി, കുഴപ്പമില്ല. നമുക്ക് എങ്ങനെയും മണ്ടയിൽ കയറാം. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയോ ഫൈനലി മണ്ടയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഡോറൊക്കെ നൈസിന് അടച്ചിട്ടേക്കാം. ഓക്കെ, അവിടെ ചെറിയ ഹോളുണ്ട്, അത് സീനില്ല. ഓക്കെ, തന്നെ ഇനി നമുക്ക് പുറത്തേക്ക് പോകാം ഗൈസ്. പിന്നെ വേറൊരു പേടി എനിക്ക് എന്താണുള്ളത് വെച്ചാൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ നെത്തറിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് എന്താ ചെയ്യുന്നത് ഗൈസ്. ഓക്കെ, അതെനിക്ക് നല്ല രീതിക്ക് പേടിയുണ്ട് ഗൈസ്. നെത്തറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളവനെ കൊല്ലും ഗൈസ്. അയ്യോ പൊട്ടി. ബെസ്റ്റ്. ഇവനൊക്കെ എങ്ങനെ കയറി വന്നതാടേ? എൻ്റെ പൊന്നെ ഇതാണ്. ഞാൻ തൊടുത്ത് പൊട്ടച്ചോനെ. ഇവിടെ മൊത്തത്തിൽ ഈ സാധനമാണല്ലോ ഗൈസ്. കണ്ടോ, ഒരു പണി പോകുമ്പോൾ അടുത്ത പണി അടിച്ചടിച്ച് വരുന്നുണ്ട്. ഇങ്ങനെ റെഡിയാക്കാനാണോ എന്തോ. രണ്ടെണ്ണം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയോട് ഇഷ്ടപ്പെട്ടു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ റൂട്ട് 500 സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ എന്തെങ്കിലും റിവെഞ്ചും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. ജസ്റ്റ് നമ്മളെല്ലാവരും കമൻറ്റൊക്കെ ചെയ്യുക ഗൈസ്. ഓക്കെ, റിവെഞ്ച് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ദെൻ ഗൈസ്, ഇതൊക്കെ ഇനി റെഡി ആക്കേണ്ട ഗൈസ്. ഒരു ഇൻട്രോ പറയുമ്പോൾ തന്നെ ആയിരിക്കും അടുത്ത വന്ന് പൊട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബ്രേക്ക് ചെയ്ത് ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.